നമുക്കറിയാം, യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുമ്പോൾ ആ മതില് പണിയുവാനായി നെഹമ്യാവ് ദൈവസന്നിധി കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, അല്ലെ? സ്വതന്ത്രം നമുക്കറിയാം. അത് പണിയാനായി വന്നപ്പോ നെഹമ്യാവിന്റെ പ്രവചനത്തൊക്കെ കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതിന്റെ മതിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ശക്തികൾ നമുക്കറിയാം, സൻബല്ലത്ത്, തോബിയാവ് എന്ന് പറയുന്ന 2 പേരുടെ ആലോചനയിൽ ആ ദേശത്തെ ആളുകളെ ഇളക്കിക്കൊണ്ട് ഇത് പണിയാൻ സമ്മതിക്കുകയാണെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് വന്നു. സ്വതന്ത്രം നമുക്കറിയാം, ആ മതിലിന്റെ പണി നടക്കുമ്പോൾ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: പണിയുന്ന ആളുകള് ഒരു കൈ പണിയാനുള്ള ആയുധവും ഒരു കൈയിൽ ശത്രുവിനെ ജയിക്കാനുള്ള ആയുധവുമാണ്. 2 കൈയിലും ആയുധങ്ങൾ കൊണ്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് പണിയുകയും ഒരു കൈ കൊണ്ട് ശത്രുവിനെ ജയിക്കുകയും ചെയ്യുകയാണ്. സ്വതന്ത്രം അവര് അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നത്, അവർ കുളിക്കുവാൻ കയറിയാൽ പോലും അവരുടെ കയ്യിൽ നിന്ന് ആയുധം നീക്കില്ല. കാരണം ഹല്ലേലൂയ, അതുവരെയും അവർ വളരെ ശ്രദ്ധയോടിരിക്കുക. ഏത് സമയവും ഒരു പോരാട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗമാണ് എൻ്റെ അകത്തേക്ക് ദൈവാത്മാവ് കൊണ്ടുവരാൻ ഇടയായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസഭയാകുന്ന നമ്മൾ ഈ ദിവസങ്ങളിൽ ശക്തമായി ആയുധവുമായിട്ട് നിൽക്കണം. സ്വതന്ത്രം ഹല്ലേലൂയ. ഞാൻ നോക്കിയിട്ട് പ്രിയപ്പെട്ടവരെ, നമ്മള് ആരെങ്കിലുമായിട്ടൊക്കെ വെല്ലുവിളിക്കുകയോ പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ സൂക്ഷിച്ചു നോക്കും. നമ്മളെക്കാൾ നമുക്ക് അവരെ ജയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നോക്കും. അതല്ല, നമുക്ക് ജയിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ആയുധം ഉണ്ടോ എന്ന് നോക്കും, അല്ലെ? സ്വത്രം ഹല്ലേലൂയ. നമുക്കറിയാം, ഇതുപോലെ വെല്ലുവിളിച്ച് നിൽക്കുന്ന മനുഷ്യരെ ഒരുപാട് പേരെ നമുക്ക് TV, സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നടു റോഡിൽ മദ്യപിച്ചുകൊണ്ട് കയ്യിൽ വിട്ടുകത്തിയും ഒക്കെയായി ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആളുകളെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ചുറ്റും കൂടും. പക്ഷേ പെട്ടെന്ന് ഇന്ന് അദ്ദേഹത്തെ പിടിക്കാൻ കഴിയില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് കയ്യിൽ ഒരു ആയുധമുണ്ട്. ഹല്ലേലൂയ. അപ്പോ ആളുകൾ ആ ഒരു മനുഷ്യനായിരിക്കാം ഒറ്റയ്ക്ക് ഇന്ന് വെല്ലുവിളിക്കുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, ആ മനുഷ്യനേക്കാൾ അധികമായ ആളുകൾ ചുറ്റുപാടുമുണ്ടായിട്ടും ആർക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട്. സ്വതന്ത്രം പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലാകുന്നവർക്കായി സ്വതന്ത്രം ചെയ്യുന്നു. അപ്പൊ കാണുമ്പോ നമ്മൾ ചെറുതാണെന്ന് തോന്നിയേക്കാം, നമ്മളെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ദുഷ്ടനായവന് തോന്നിയേക്കാം, ആളുകൾക്ക് തോന്നിയേക്കാം, ഇവരോട് ജയിക്കാൻ കഴിയുമെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ആയുധം കൊണ്ട് നമ്മൾ അടുക്കാതെ വണ്ണം, അല്ലെ, ദുഷ്ടനായവൻ ഓടി മറിയുന്ന ഒരനുഭവം ദൈവാത്മാവ് തരിക എന്ന് വെച്ചാൽ, ഇന്ന് പകരം നിന്റെ കയ്യിൽ ആയുധമുണ്ടോ, നിന്നെ തൊടാൻ ഒരുത്തനും വരികയില്ല. നിന്റെ കയ്യിൽ ആയുധമില്ലേ, അവൻ നിന്നെ ജയിക്കുക തന്നെ ചെയ്യും. നോക്കിക്കേ, ഹല്ലേലൂയ. അവൻക്കറിയാവുന്ന കഴിയുന്ന കാര്യം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ശിംശോൻ, അല്ലെ? സ്വത്രം ഹല്ലേലൂയ. ഒരു കഴുതയുടെ പച്ച താടിയലും കൊണ്ട് കുന്ന് 1, കുന്ന് 2 എന്ന് പറഞ്ഞ് ഹല്ലേലൂയ ഫെലിസ്ത്യ ദേശത്തിലെ സകല എണ്ണത്തെ കൂട്ടിയിട്ടു. സ്വത്രം ഹല്ലേലൂയ. കയ്യിൽ ഉണ്ടായിട്ട് അവൻ അങ്ങനെ ചെയ്തെങ്കിൽ, കയ്യിൽ ഇല്ലാത്തപ്പോ എന്നാ ചെയ്തത് നമുക്കറിയാം. അപ്പന്റെയും അമ്മയുടെയും കൂടെ തിന്ന എന്ന് പറയുന്ന ദേശത്തേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഹല്ലേലൂയ ഒരു എന്താ പറയാ, ഒരു മുന്തിരി മുന്തിരിയുടെ ഹല്ലേലൂയ അതിന്റെ കൃഷി ചെയ്യുന്ന ഇടത്ത് വന്നപ്പോൾ ഹല്ലേലൂയ എന്താ കണ്ടത്? അവിടെ കാണാൻ കഴിയുന്ന ഒരു സിംഹം അവരുടെ മേൽ ഒരു ബാലസിംഹം പാഞ്ഞു വന്നു. സ്വതന്ത്രം അവരെ കടിച്ചു കയറി കളയാൻ ഈ സിംഹം ഇങ്ങോട്ട് വന്നപ്പോൾ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഹല്ലേലൂയ, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഹല്ലേലൂയ വചനം പറയുന്നു, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഹല്ലേലൂയ ശിംശോന്റെ മേൽ വന്നപ്പോൾ അവൻ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ആ സിംഹത്തെ ഒരാട്ടിൻ കുട്ടിയെ പോലെ വലിച്ചു കീറി കളഞ്ഞു. എന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈദ്യുതി, നിന്റെ പക്കൽ ഒന്നുമില്ല എന്ന് നീ വിചാരിക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ അധിവസിക്കുന്നെങ്കിൽ ഒരു ശക്തിയും നിന്നെ പിടിച്ചെടുക്കാൻ അനുവദിക്കാതെ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ നീ ചിലതിനെ ജയിക്കുകയാ. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഇതുപോലെ നമ്മൾ ചിലതിനെ ജയിക്കാൻ പോവുകയാണ്. സ്വത്രം അത് കരമൊഴുത്തി കർത്താവിന്റെ സ്വന്തം ചെയ്താണ്. അതുകൊണ്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ ആയുധം നമ്മൾ വാങ്ങിയിട്ടേ പോകാവുള്ളൂ. ഇന്ന് പകരം അഭിഷേകം വാങ്ങിയിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സങ്കീർത്തനം 113 സങ്കീർത്തനം അതിന്റെ 7-8 വാക്യങ്ങൾ ശബ്ദം വായിക്കാം. നോക്കിക്കേ, തിരുവചനം പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്നും പൊടിയിൽ നിന്നും, എളിയവനെ പൊടിയിൽ നിന്നും
എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്ന ദൈവമാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു പക്ഷെ നമുക്ക് തോന്നിയേക്കാം, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ശുശ്രൂഷയിലൊക്കെ നിൽക്കാൻ പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ? ഹല്ലേലൂയ, നമ്മൾ തന്നെ നമുക്കൊരു വിധി എഴുതി വെച്ചേക്കുക. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഒരാളും നിനക്ക് സപ്പോർട്ടില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരാളും നിന്നെ കൈപിടിക്കാനില്ലെങ്കിലും എന്റെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകൻ ഭൂമിയിലേക്ക് പിറന്നു വീണതിന് ശേഷം, അതായത് അന്ന എന്ന് പറയുന്ന അവൻ തന്റെ മാതാവ് ദൈവസന്നിധി കരഞ്ഞ് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത് അതേ ദൈവം കൊടുത്തതായ ഒരു തലമുറയാണ് ശമൂവേൽ. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ഈ ഭൂമിയിൽ ദൈവം ആ ഹന്നയിലൂടെ ആ മകനെ നൽകിയതിനു ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് താൻ ദൈവസന്നിധി അതേ കരയുന്ന ആ ദൈവം ചെയ്ത ആ ഉപകാരത്തെ ഓർത്ത് വർണ്ണിക്കുന്ന ഒരു ഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേൽ പുസ്തകം അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. സ്വോത്ര നോക്കിക്കേ, എന്റെ ദാസി അന്ന എന്ന് പറയുന്ന ആ വിലപ്പെട്ട ദാസി യേശുവിനെ പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നതാണ്. കാരണം അത് പറയാനുള്ള ഒരു യോഗ്യത ആ സഹോദരിക്ക് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? തന്റെ വീടിനകത്ത്, ഹല്ലേലൂയ, ആമേ, ഏറ്റവും ഡീഗ്രേഡ് ചെയ്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഹന്ന. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ആ കാലഘട്ടങ്ങളില് തലമുറ ഇല്ലാതെ വന്നാൽ, വിവാഹം കഴിച്ച തലമുറ ഇല്ലാതെ വന്നാൽ, ഹല്ലേലൂയ, ആ പ്രിയ പുരുഷന് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള അനുവാദമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഹന്ന നിൽക്കുന്നത്. നോക്കിക്കേ, അവൾ കയറി വന്ന വീട്ടിനകത്ത് ആ വീടിന്റെ ഒരു അനുഗ്രഹം കൈമാറാൻ അവർക്ക് കഴിയാതെ വന്നപ്പോ, ഹല്ലേലൂയ, തന്റെ ഭർത്താവ്, താൻ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു. മറ്റൊരു കഴിച്ചതായ ആ സഹോദരി വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ അവരൊന്നിച്ച് പാർക്കുകയാണ്. നോക്കിക്കേ, ഹല്ലേലൂയ, ആ സഹോദരിയിലൂടെ തലമുറകളൊക്കെ ഉണ്ടാകുമ്പോൾ മനോവ്യസനത്തോടെ ഇവൾ ദൈവസന്നിധി കരയുവാനിടയായി. നമുക്കറിയാമല്ലോ, ആലയത്തിലേക്ക് കടന്നു എന്ന് അവൾ മനോവ്യസനത്തോടെ ദൈവസന്നിധി കരയാനിടയായി. ഹല്ലേലൂയ, ദൈവത്തോട് അവൾ ഉടമ്പടി ചോദിച്ച് ചില നന്മകൾ വാങ്ങിച്ചെടുക്കുകയാ. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈതലേ, ഇന്ന് നിന്നെ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിലോ നിന്റെ സഭയിലോ നിന്റെ ചുറ്റുപാടോ മാറ്റി നിർത്തുന്ന ഒരനുഭവം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, അവൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ മതിയായ ദൈവമാണ്. ഇന്ന് പകൽ നീ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ച്, ദൈവവുമായി ഒന്ന് ബന്ധം സ്ഥാപിച്ച കർത്താവേ, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ മാറി നിൽക്കേണ്ടതല്ല, ഞാൻ ഇങ്ങനെ മാറി നിൽക്കേണ്ടതല്ല, ഞാൻ ഇങ്ങനെ ഒഴിവാകേണ്ടവനല്ല. എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കണമെന്ന് ആരിന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നു, ആരിന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവങ്ങളെ, ഇതുമൊക്കെ നിന്നെ മനുഷ്യൻ മാറ്റി നിർത്തിയ ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സഹോദരിയെ വീടിനകത്ത്, ഹല്ലേലൂയ, ആമെ ഒറ്റപ്പെടുത്തി ഒരു കുഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ദൈവസന്നിധി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതായ ആ സഹോദരിയിൽ ഒരു തലമുറയെ കൊടുത്തു. അതുകൊണ്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, ഞാൻ മുതൽ ബേർശേബ വരെ അത് വിശ്വസ്തനായ ഒരു പ്രവാചകനെ എന്റെ ദൈവം അവക്ക് കൊടുത്തു. അവിടെ തലയെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് വൈതലേ, ആ വീടിനകത്ത് ഹല്ലേലൂയ, ഒരു മുറിക്കകത്ത് ഒതുക്കപ്പെട്ടവളായവള് ദേശത്തിന്റെ നാനാദിക്കിൽ തന്റെ മകളിലൂടെ പ്രസിദ്ധമാക്കിയ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ ഉയർത്തുന്നത്. നിന്റെ വീടിനകത്ത് ഒതുക്കിയാൽ, നിന്റെ ദേശത്തിനകത്ത് ഒതുക്കിയാൽ അനേക ദേശങ്ങൾ അറിയുമാറ് എന്റെ ദൈവം ഉയർത്തും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയോ. നിന്റെ വീടിനകത്ത്, ദേശത്തിനകത്ത്, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ സഭയ്ക്കകത്ത് മനുഷ്യൻ ഒതുക്കാൻ ശ്രമിച്ചാൽ നീ ദൈവത്തിന് പൈതലേ, വിശ്വസിക്കുന്ന ദൈവത്തിന് പൈതലേ, ഇന്ന് പകൽ ദൈവത്തോട് ഉടമ്പടി എടുത്ത് പറ, എന്റെ ദൈവം എന്നെ ഉയർത്തുക തന്നെ ചെയ്യും.
വീടിനകത്ത് ഒതുക്കി ഹന്നേ, ദേശത്തിനകത്ത് ഒതുക്കി ഹന്നേ. പക്ഷെ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഹന്നേ, അവന്റെ തലമുറയിലൂടെ എന്റെ ദൈവം നാനാദേശത്തിന് അനുഗ്രഹമാക്കി വെച്ചെങ്കിൽ, അനേകർക്ക് അവള് അനുഗ്രഹമായ മാതാവായി മാറിയെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ മാറ്റി നിർത്തും, എന്നാൽ ഇന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. യാക്കോബിന്റെ ലേഖനം എന്നെടുത്ത് 2-ാം അധ്യായം 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരായവരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അടുത്ത വാക്യം, നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചാണ് ഇത് പറയുന്നതെങ്കിലും ഇന്ന് പകരക്കാലത്ത് ഈ സന്ദേശത്തോട് ഞാൻ ചേർത്ത് പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിന്നെ അപമാനിച്ചവർ നടുവിൽ എന്റെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുക. നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കാൻ പോവുക. നിന്നെ അപമാനിച്ചു, ഹല്ലേലൂയ, നിന്നെ നിന്ദിച്ചു, നിന്നെ വേദനിപ്പിച്ചവർ നടുവിൽ വചനം പറയുകയാണ്. ഹല്ലേലൂയ. ആമേ ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളാകേണ്ടതിന് തിരഞ്ഞെടുത്തു. ഒന്നുപോലെ പറഞ്ഞാൽ രണ്ട് കാര്യത്തിനെ എടുത്തത്. ഒന്ന്, വിശ്വാസത്തിൽ സമ്പന്നരാകാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. രണ്ട്, ഹല്ലേലൂയ, ദൈവം ചെയ്ത വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളാക്കാനും ദൈവം തെരഞ്ഞെടുത്തു. രണ്ട് കാര്യം. ഒന്ന്, വിശ്വാസത്തിൽ സമ്പന്നരാകാൻ. സ്വത്രം വാസ്തവത്തിൽ സത്യമല്ലേ? ഹല്ലേലൂയ. കാരണം ഒന്നുമില്ലാത്ത നമ്മൾ വാസ്തവത്തിൽ വിശ്വാസത്തിൽ സമ്പന്നരും. എല്ലാം ഉള്ളവൻ എന്നാ ഓർത്ത് പ്രാർത്ഥിക്കാനാ? സ്വത്രം. എല്ലാം ഉള്ളവൻ എന്തിനു പ്രാർത്ഥിക്കുന്നേ? സ്വത്രം. അവരുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ സത്യം പറഞ്ഞ നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക അല്ലേ? ഒരു മനുഷ്യനെ കുറിച്ച് വചനം പറയുന്നില്ലേ? ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേറ്റ് മുറ്റത്തിരുന്നിട്ട് തന്റെ കളപ്പുര ഒന്ന് പൊളിച്ചു പണിയണം അല്ലെ? ധാന്യം വിത്തുമൊക്കെ എന്ത് ചെയ്യണം? അത് നിറയ്ക്കണം. എന്നിട്ട് താൻ തന്നോട് തന്നെ പറയുകയാണ്, എന്താ? ഹല്ലേലൂയ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. സമ്പന്നരായി ഭൂമിയിലുള്ള ഒരു വ്യക്തിയെ കൃത്യമായി കർത്താവ് എടുത്തു കാണിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണത്. സമ്പന്നർ, ഭൂമിയിൽ ഭൗതിക നിലവാരത്തിലുള്ള സമ്പന്നരെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. എന്താണ് പറയുന്നത്? അവൻ തന്റെ കളപ്പുര പൊളിച്ചു പണിയണം, അവിടെ വിത്ത് ശേഖരിക്കണമെന്ന് അവന്റെ ആഗ്രഹം. സമ്പന്നന്റെ ആഗ്രഹം എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും നേടിക്കൊണ്ടിരിക്കണം. അവന്റെ ആഗ്രഹം മുഴുവനും ഈ ഭൂമിയിലെ ജീവിതം എപ്പോഴും ശ്രേഷ്ഠകരമായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. എന്നാൽ ഒന്നുമില്ലാത്ത നിന്റെ പ്രാർത്ഥന എന്താ? കർത്താവേ, ഇവിടെ ഒന്നുമില്ലെങ്കിലും, ഇവിടെ എനിക്ക് വീടില്ലെങ്കിലും, ഇവിടെ എനിക്ക് കയറി കിടക്കാൻ ഒരു നല്ല ഇടമില്ലെങ്കിലും, എന്റെ കർത്താവേ, നീ ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഞാൻ അവകാശിയായതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? അതോ നമ്മളും ആ സമ്പന്നരെ പോലെ ആകണമെന്നാണോ ആഗ്രഹിക്കുന്നത്? വാസ്തവത്തിൽ ദൈവത്തിന് വൈദ്യുതി ദൈവം പറയുന്നത് ദൈവവിഷയമായി സമ്പന്നരാകണം എന്ന് വെച്ചാൽ നീ സ്വർഗരാജ്യത്തിന് അവകാശിയാണെങ്കിൽ, ഹല്ലേലൂയ, അതിനോളം ഭാഗ്യം വേറെയില്ല. ഇത് നമുക്ക് ദൈവത്തിന്റെ വൈദ്യുതി ഇവിടെ വില കൂടിയ ഫ്ലാറ്റുകൾ മേടിക്കുന്നതല്ല സൗഭാഗ്യം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ബിസിനസ് നിലവാരത്തിൽ ഉയർച്ച പ്രാപിക്കുന്നതല്ല കാര്യം. ഹല്ലേലൂയ. കോട്ടയം ടൗണിലുള്ള സ്കൈലൈൻ എന്ന് പറയുന്ന ഇത് വലിയ കെട്ടിടത്തിനകത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിലല്ല ഭാഗ്യം. ഇന്ന് പകൽക്കാലം അതിനേക്കാൾ ഭാഗ്യമായത് ഞാൻ നിനക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. പിന്നെയും എന്ന് നിങ്ങൾ ചേർക്കുമെന്ന് പറഞ്ഞ് ആ ദൈവം ഒരുക്കുന്ന വാസസ്ഥലത്തിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഡിപ്പോസിറ്റ് ഇട്ട് അത് വാങ്ങിയെടുത്തിരിക്കുന്ന ദൈവങ്ങൾക്കായി ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് എന്റെ ദൈവം ഒരുക്കുന്ന വീട്ടിനകത്ത് ഹല്ലേലൂയ നല്ലൊരു വീട് അഡ്വാൻസ് കൊടുത്ത എത്ര പേര് ഇതിനകത്തുണ്ട്? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് ഒരുക്കുന്ന വീട്, ഹല്ലേലൂയ, അല്ലെ? എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഹല്ലേലൂയ. അവിടേക്ക് എന്ത് ചെയ്യുക? നമ്മളെ പിന്നെയും ഒന്ന് കൊണ്ടുപോകുന്നു പറയുക. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വയസ്സിൽ നല്ലൊരു വീടില്ല, നല്ലൊരു കിടക്കയില്ല.
നല്ലൊരു സാഹചര്യം നിനക്ക് ഇവിടെ ഇല്ല. പക്ഷെ ഇന്ന് പകൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആത്മാവിൽ ഏറ്റെടുത്തോണ്ട് പറയണം, കർത്താവേ, ഇതൊന്നും എനിക്ക് ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടാ ഇരിക്കുന്നത്. സ്വോത്രം പറ, സ്വോത്രം പറ, സ്വോത്രം പറ, സ്വോത്രം പറ. ഇതുപോലെ വിശ്വാസത്തിൽ സമ്പന്നരാകട്ടെ. പറഞ്ഞ എന്താ? ഹല്ലേലൂയ. ദൈവത്തിന് വൈദ്യരെ, ഇന്ന് രാത്രി ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചത് ആർക്കാകും? നീ കൂട്ടിവെച്ചത്? എന്റെ വാത്സല്യ പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ധനികനായ മനുഷ്യൻ തന്റെ പറമ്പിലെ തേങ്ങ എല്ലാം മുഴുവൻ ഇടിയിച്ചു. ഒരു മനുഷ്യനെ കൊണ്ട് ഇടിയിച്ചു. അതെല്ലാം കൂട്ടി തന്റെ കളപ്പുരയ്ക്കൽ കൊണ്ടുവച്ചിട്ട് ആ മനുഷ്യൻ വാതുക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയുന്നേ, ഈ ആണ്ടിൽ എനിക്കിട്ട് ദൈവം ഒന്നും ചെയ്യാനില്ലെന്ന്. സ്തോത്രം പറയുന്നില്ല എന്ന് വെച്ചാ ഈ ആണ്ട് മുഴുവൻ കഴിയാനുള്ള തേങ്ങ മുഴുവനും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ദൈവം ഇനി എന്നെ ഇടപെട്ടാലും എനിക്കൊരു പട്ടിണിയും വരികയല്ലെന്ന് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകൽക്കാർ ദൈവത്തിന് എതിരെ ദൈവം ചോദിച്ചോട്ടെ, മൂടാ, ഇന്ന് രാത്രിയിൽ ഞാൻ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചിരിക്കുന്നത് ആർക്കാണ്? ദൈവ വിഷയമായി സമ്പന്നത പ്രാപിക്കുന്നത് എത്ര പേര് ഇതിനകത്തുണ്ട്? ദൈവ വിഷയമായി സമ്പന്നം ഒന്നുകൂടെ പറഞ്ഞാൽ വിശ്വാസത്തിൽ സമ്പന്നരായി തീരുവാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. നിന്നെ മറ്റുള്ളവർ ഹല്ലേലൂയ ആമെ കയറിക്കിടക്കാൻ ഒരു ഇതില്ലല്ലോ. ആമെ പോക്ക് കണ്ടോ, ആമെ പാട്ട് കണ്ടോ, പ്രാർത്ഥന കണ്ടോ, ആരാധന കണ്ടോ എന്നൊക്കെ ചോദിച്ച് നിന്നെ വിധിയിടുന്നവർ നടുവിൽ ആമെ നിനക്ക് തല കുനിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു കാര്യം ആമെ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് നെഞ്ചും നെറ്റി കൊടുത്തിട്ട് പറയണം, ഇവിടെ വീടില്ലെങ്കിലും ഇവിടെ കിടക്കാനിടയില്ലെങ്കിലും ഹല്ലേലൂയ ഇവിടെ ഞങ്ങൾക്ക് കടമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഞങ്ങൾ ഒരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതിനേക്കാളും അതിലേക്ക് പോകാൻ ഞാനും എന്റെ കുടുംബവും അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരവൊന്ന് ഉയർത്തി, ആ കരവൊന്ന് ആളെ ആഞ്ഞുവീഴ്ചി ആ ദൈവത്തിൽ സ്തോത്രം ചെയ്യാ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുകയാണ്, ഒന്ന് നമ്മെ വിശ്വാസത്തിൽ സമ്പന്നരാകാൻ അവൻ തെരഞ്ഞെടുത്തു. രണ്ട്, ഹല്ലേലൂയ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളാകാൻ നമ്മെ തെരഞ്ഞെടുത്തു. ഇന്ന് വളരെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കാണിച്ചു കൂട്ടുന്ന ഈ കോലാഹലങ്ങൾ കൊണ്ടൊന്നും അല്ല ഇതൊന്നും നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യ ഇതുപോലെ ദൈവസന്നിധി നിന്നെ സമർപ്പിച്ചാൽ ഹല്ലേലൂയ മറ്റുള്ളവർ നിന്നിരിക്കുന്ന നടുവിൽ ദൈവത്തിന് മുമ്പാകെ ഹന്ന ചെയ്തതുപോലെ ഒരു വ്യവസ്ഥയിലുള്ള ആരാധന, ഒരു വ്യവസ്ഥയിലുള്ള പ്രാർത്ഥന, വ്യവസ്ഥയിലുള്ള വിശ്വാസം ഇന്ന് നിന്റെ പക്കൽ ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നോക്കിക്കേ, യോസഫിനെ തന്റെ സഹോദരന്മാർ എന്ത് ചെയ്തു? ഉപദ്രവിച്ചല്ലേ? സ്വത്രം. അവനെ മറ്റു രാജ്യത്തിലേക്ക് അവര് വിറ്റുകൊടുത്തു. സ്വത്രം. ഹല്ലേലൂയ. കാശിന് അവന് തന്റെ സഹോദരന്മാരെ വിറ്റുകളഞ്ഞു. സ്വത്രം. ഹല്ലേലൂയ. വീട്ടിനകത്ത് എന്താ കാര്യം? എന്താ? ദൈവം കൊടുത്ത ഒരു വെളിപ്പാടാ. സ്വത്രം. ദൈവം കൊടുത്ത ദർശനമാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? തന്റെ സഹോദരന്മാർ തന്നെ വിറ്റുകളഞ്ഞു. അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് ഫറവോന്റെ സന്നിധിയിൽ ദൈവം അവനെ മേലധികാരിയാക്കി അവൻ നിർത്തുമ്പോ ഹല്ലേലൂയ യോസഫിന്റെ പാർത്ത ദേശത്ത് വലിയൊരു ക്ഷാമം വെളിപ്പെടുകയാണ്. ആ ക്ഷാമം വെളിപ്പെടുമ്പോൾ അതായത് തന്റെ പിതാവായ യാക്കോബ് തന്റെ മക്കളെ അയൽദേശത്തേക്ക് അയക്കുമ്പോൾ, ഫറവോന്റെ സന്നിധിയിലേക്ക് അയക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ ദേശത്തിന്റെ അധിപതിയായിരിക്കുന്ന യോസഫിന് മുമ്പാകെ തന്റെ സഹോദരന്മാർ കാലി ചാക്കുമായിട്ട് നിൽക്കുക. സ്വത്രം പറയുന്നില്ല, സ്വത്രം പറയുന്നു. നിന്നെ ഒഴിവാക്കി വിട്ട നിന്റെ സഹോദരന്മാർക്ക് നടുവിൽ, നിന്നെ ഒഴിവാക്കി നിന്ന നിന്റെ ദേശക്കാരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ അധിപതിയാക്കാൻ പോവാ. അവർ നിനക്ക് വിധിയിട്ടതായ വിധികളെ എന്റെ ദൈവം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം അവർ നിന്നെ വിധിയിട്ടു, ഇത്രക്കൊക്കെ നീ വരുത്തുള്ളൂ, ഇത്രക്കൊക്കെ നീ ആകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞവരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ദൈവ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചില സ്ഥാനങ്ങളിലേക്ക്, ചില ശുശ്രൂഷകളിലേക്ക് ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന സ്വന്തം പറ, നീ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട്, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് നിന്നെ ഒഴിവാക്കി വിടുന്ന നിന്റെ സഹോദരന്മാരുടെ നടുവിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒരു ശുശ്രൂഷകനായി, ഒരു അധിപതിയായി എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വോത്രം, 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 സ്വോത്രം. ഒഴിവാക്കി വിട്ടവരുടെ മേൽ ചില ക്ഷാമങ്ങൾ വരാൻ പോവാം. അവരുടെ ആവശ്യങ്ങൾ
ചോദിച്ചു വാങ്ങാൻ നിന്റെ അരികിൽ ദൈവം കൊണ്ടുവരും. എത്ര പേര് സ്വോത്രം പറയുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതുപോലെ ദൈവവിഷയമായ ഒന്ന് സമ്പന്നരായി. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ ദാവീദിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദാവീദിനെ കുറിച്ച് പറയുന്നത് 2 ശമൂവേൽ ഹല്ലേലൂയ 2 ശമൂവേലിന്റെ 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ദൈവമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോ തന്നെ എടുത്തു. സ്വത്രം പറഞ്ഞാണ്. ഒരു രാജ്യം ഭരിക്കാനുള്ള എല്ലാ കഴിവുകളുമുള്ള സഹോദരന്മാർ ദാവീദിനുണ്ടായിരുന്നു. സ്വത്രം. ശമൂവേൽ പ്രവാചകൻ ശായിയുടെ ഭവനത്തിനകത്ത് നിൽക്കുമ്പോ ആരോഗ്യവാന്മാരായ ഹല്ലേലൂയ എല്ലാ നിലയിലും യോഗ്യന്മാരായ ഒരു രാജകീയ പദവിയിൽ ഇരിക്കാൻ കഴിയുന്ന എല്ലാ അനുഭവമുള്ള സഹോദരന്മാർ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ, ആരും അറിയാതെ നിരവധി വേദന അനുഭവിച്ച്, കഷ്ടം അനുഭവിച്ച്, ദുഃഖം അനുഭവിച്ച് ഹല്ലേലൂയ കാടിന്റെ ഉള്ളറകളിൽ ഹല്ലേലൂയ ദൈവത്തോട് ഏത് സമയവും പ്രാർത്ഥിച്ചു കഴിയുന്ന ദാവീദിനെ അവന്റെ വീട്ടുകാർ കണ്ടില്ല. സ്തോത്രം പറയുന്നില്ല. നീ കരയുന്നത് നിന്റെ വീട്ടുകാർ കാണുന്നില്ലായിരിക്കും. നീ വേദനിക്കുന്നത് നിന്റെ കുടുംബത്തിലുള്ളവരോ നിന്റെ ചർച്ചക്കാരോ അറിയുന്നില്ലായിരിക്കാം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ദാസന് ദൈവത്തിന്റെ വൈദ്യരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്റെ വേദന നിന്റെ കുടുംബക്കാർ കണ്ടില്ലെങ്കിലും, നിന്റെ വേദന ഹല്ലേലൂയ നിന്റെ സഭക്കാർ കണ്ടില്ലെങ്കിലും, നിന്റെ വേദന നിന്റെ ദേശക്കാർ കണ്ടില്ലെങ്കിലും, നിന്റെ വേദന നിന്റെ സുഹൃത്തുക്കൾ കണ്ടില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ വൈദ്യരെ നീ ദൈവമായ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ വേദന ഒപ്പിയെടുക്കും. ദൈവം നിന്റെ വേദന ഒപ്പിയെടുക്കും. നിന്റെ ഏകാന്തത എന്റെ ദൈവം അറിയും. സ്വാത്രം. ചില ജീവിതങ്ങളോട് പ്രവചനാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. നീ ആരും കാണാതെ വഴിനീള കരയുന്നത്, ആരും കാണാതെ ചില രാത്രികളിൽ കരയുന്നത്, ഹല്ലേലൂയ എന്റെ ദൈവം കാണുന്നുണ്ട്, എന്റെ ദൈവം കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് അവരുടെ മുമ്പാകെ നിർത്തി അഭിഷേകം ചെയ്യാൻ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നെങ്കിൽ, അതൊന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നിച്ചവരുടെ നടുവിൽ നിന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന അവരുടെ നോട്ടത്തിൽ അവരുടെ ക്വാളിഫിക്കേഷൻ നിനക്കില്ലായിരിക്കാം. അവരുടെ നോട്ടത്തിൽ അവരുടെ പൊക്കവും അവരുടെ സൗന്ദര്യമൊന്നും നിനക്കില്ലായിരിക്കാം. ഹല്ലേലൂയ. കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ, പ്രവചനാത്മാവിൽ ഇതൊരു ദൂതായി ചില ജീവിതങ്ങളോട് വിളിച്ചു പറയുകയാ. ദൈവത്തിന്റെ പൈതലേ, ചില കൂട്ടത്തിന്റെ നടുവിൽ ദൈവം നിന്നെ ഒറ്റയ്ക്ക് അഭിഷേകം ചെയ്യുന്ന ഒരു അഭിഷേകത്തിനെ ശക്തി. ഉപഭാവിച്ച ദൈവജനം ഇന്ന് പകരം ഏറ്റെടുക്കുക. ഇതൊരു ദൂതായി ഞാൻ കൈമാറുകയാ. ചില ജീവിതങ്ങളോട് ദൈവം എന്ന് പറയും, ചില കൂട്ടങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുകയാ, നിന്നെ മാറ്റി നിർത്തുകയാ. ചില ക്വാളിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞു നിന്നെ മാറ്റി നിർത്തുകയാ. യെസ് യെസ് യെസ്. ഹല്ലേലൂയ. ദരിദ്രനെ അവർ അപമാനിക്കുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ പൈതലേ? ഹല്ലേലൂയ. നീ ഒരു ദരിദ്രനായി നിന്നു കൊടുക്ക്, അല്ലെ നിന്നെ നിന്ദിക്കുന്നവർ നടുവിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാ. യെസ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് അത്രയും ടാലന്റ് ഇല്ലെന്നും അത്രയും ഒന്നും പാടത്തില്ലെന്നും അത്രയൊന്നും പ്രാർത്ഥിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ ചില ശുശ്രൂഷ മേഖലയിൽ നിന്ന്
പല ക്വാളിറ്റികൾ അവർ പറയുകയാണ് ഒഴിവാക്കി വിടാൻ. ഈ 7 പേര് അവിടെ നടന്നു നിൽക്കുമ്പോ ഇവരെല്ലാരും ആരോഗ്യ ദൃഢഗാത്രന്മാരാ. ശാസ്ത്രം ആടിനെ നോക്കാൻ നല്ല കൽപ്പുള്ളത് സത്യം പറഞ്ഞാൽ വീട്ടിലുള്ളവരാ. പക്ഷെ വീട്ടിലുള്ളവർ ആരോഗ്യമുള്ളത് അവരെ വീട്ടിൽ നിർത്തി. എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ, അടുത്ത ഒരു ഹല്ലേലൂയ സെക്ഷൻ വരും. എന്താ? ഇശായിക്കറിയാം പണ്ടൊരു ദൂത് കിടപ്പുണ്ട്. എന്താ ദൂതെന്നറിയാമോ? ഇശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും. ഈ ദൂതും കേട്ട് അപ്പൻ ഇങ്ങനെ അത് ചേർത്ത് പിടിച്ചിരിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രന്മാരെ പിടിച്ചിരിക്കുന്ന 7 എണ്ണം ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തനാണെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാ. പക്ഷേ ഹല്ലേലൂയ, ഇതിനൊന്നും യോഗ്യതയില്ലാത്ത ഒരുത്തനെ അവൻ കാട്ടിലും വിട്ടേക്കുക. സ്വത്രം പറ, സ്വത്രം പറ, സ്വത്രം പറ, സ്വത്രം. അവൻ ഈ ശുശ്രൂഷയ്ക്ക് കൊള്ളുന്നതാണെന്നൊക്കെ പറഞ്ഞ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചു പേര് ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുക. പക്ഷെ ഇതൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ കാട്ടിക്കിടക്കുക. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആമെ കഴിവും ടാലന്റും ഒക്കെ വെച്ച് നോക്കിയാൽ കഴിവില്ലാത്ത ഒരുത്തനുണ്ട്, അവൻ പുറത്ത് കിടക്കുക. അവനിങ്ങനെ അവന്റെ പരിപാടി എന്താ? കാട്ടിൽ ആടിനെ ഇങ്ങനെ മേയിച്ചോണ്ട് പോവാം. സ്വത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, എനിക്ക് അതിലാണ് ദാവീദിനെ കൂടുതൽ ഇഷ്ടം. ഹല്ലേലൂയ, ഒഴിവാക്കി വെച്ചപ്പോ ഹല്ലേലൂയ ആരോടും കൂട്ടുകൂടി പരാതി പറയാൻ പോകാതെ, ഹല്ലേലൂയ കൂട്ടം കൂടാൻ പോകാതെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? 3 നേരം ദൈവസന്ധി പ്രാർത്ഥിച്ചു. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പാകെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. വീട്ടിൽ ഹല്ലേലൂയ ഒഴിവാക്കി വിട്ട വീട്ടിലും ദേശത്തും നിന്നാപാത്രമായ ഹന്ന ദൈവത്തിന്റെ സന്നിധി കരഞ്ഞു. സ്വത്രം പറയുന്നില്ല. വീട്ടിൽ ടാലന്റ് ഹല്ലേലൂയ ക്വാളിറ്റി നോക്കി ഒഴിവാക്കിയ ദാവീദ് ദൈവത്തിന് മുമ്പിൽ കരഞ്ഞു. സ്വത്രം, സ്വത്രം, സ്വത്രം. ദൈവത്തിന് വൈദ്യലേ ഇന്ന മകൾ ഞാൻ ഒരു ദൂതും കൂടെ കൈമാറുകയാ. ദൈവത്തിന് മുമ്പിൽ കരഞ്ഞവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം, സ്വത്രം, സ്വത്രം. ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ നിന്നെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയ നിന്നെ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്താൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ സഹോദരന്മാർ എന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ യോസെഫിനെ ദർശനം കാണിച്ച ദൈവത്തെ യോസെഫ് തള്ളിക്കളഞ്ഞില്ല. സ്വത്രം പറയാ, സ്വത്രം പറ, സ്വത്രം. ഈ ദൈവത്തെ അറിഞ്ഞത് കൊണ്ട്, ഈ ദൈവത്തിന് എല്ലാവരും ദർശനങ്ങൾ പ്രാപിച്ചത് കൊണ്ട്, രക്ഷാകരമായ അനുഭവം കണ്ടുകൊണ്ട് ഈ ദൈവത്തെ ഇറങ്ങിത്തിരിച്ച നിന്നെ വീട്ടുകാർ തള്ളിക്കളഞ്ഞേക്കാം, നാട്ടുകാർ തള്ളിക്കളഞ്ഞേക്കാം, കൂട്ടുകാർ തള്ളിക്കളഞ്ഞേക്കാം, ഒഴിവാക്കിയേക്കാം. എന്നാൽ നീ ദൈവത്തെ തള്ളിക്കളയാതെ മുറുകെ പിടിച്ചാൽ അവരുടെ മുമ്പാകെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. സ്വത്രം, സ്വത്രം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത്, എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ഇതുപോലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്. സ്വത്ര. നോക്കിക്കേ എന്താ സംഭവിച്ചത്. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഹല്ലേലൂയ, ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ അവനെവിടെ, അവൻ കാട്ടില്ല. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, അവൻ വരാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ല. സ്വത്രം. വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു അല്ലെ? സ്വത്രം. അതിൽ വിളിച്ചുകൊണ്ട് വന്നു. മുറിക്കകത്ത്, എന്റെ ഭാഷ പറഞ്ഞാൽ അവന് വീടിന്റെ പടിവാതിലും അകത്ത് അവൻ ഇരിക്കേണ്ട സ്ഥലമൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അകത്തേക്കൊന്നും പോകാനുള്ള പ്രവേശനം അപ്പം കൊടുത്ത് കാണത്തില്ലായിരിക്കും, എന്റെ ചിന്തയാ. ഹല്ലേലൂയ. അപ്പോൾ വചനം പറയുന്നത് ശമൂവേൽ അവനെ മുറിക്കകത്ത് കൊണ്ടുപോയി. സ്വത്രം. മറ്റുള്ളവർ നിന്നെ പരിമിതി ഇട്ടിരിക്കുന്ന പരിമിതികൾക്ക് അപ്പുറത്ത് എന്റെ ദൈവാത്മാവ് കൊണ്ടുപോവുകയാണ്. സ്വത്രം. അകത്ത് കൊണ്ടുപോയി അവനെ എണ്ണ പൂശി അഭിഷേകം ചെയ്തു. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ ഒഴിവാക്കിയവർ നടുകയും
നിന്ദിച്ചവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ നിന്ന് ദൈവം നിന്നെ തെരഞ്ഞെടുക്കുകയാ. എന്തിനാണെന്നറിയാമോ? വിശ്വാസത്തിൽ നീ സമ്പന്നരാകാൻ. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ദൈവം ഒരുക്കുന്ന രാജ്യത്തിൽ നിന്നെ അവകാശിയാക്കാൻ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ഇതുപോലെ ദൈവം ചെയ്താൽ, ഹല്ലേലൂയ, നമുക്ക് തോന്നിയേക്കാം കർത്താവേ, ഇതൊന്നും അനുഭവിക്കാൻ കഴിയാതെ ഈ നിന്നയും അപമാനവും ഒക്കെ കേട്ട് ഞാൻ ഇവിടെ അങ്ങ് തീർന്നു പോയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. നോക്കിക്കേ, രണ്ട് വ്യക്തി ജീവിതങ്ങളെ കർത്താവ് യേശു ക്രിസ്തു പരിചയപ്പെടുത്തുന്നു. അതിൽ ഒരാളുടെ പേര് ലാസർ, ഒരാളുടെ പേര് ധനവാനായ മനുഷ്യൻ. ഹല്ലേലൂയ. നോക്കിക്കേ, രണ്ടുപേരും മരിച്ചുപോയി. നമുക്കറിയാം, ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ആ ധനവാന്റെ വീടിന്റെ മുമ്പാകെ, ഹല്ലേലൂയ, ആ പടിവാതിൽക്കൽ ദേഹവാസകരണം, ഹല്ലേലൂയ, ആ വ്രണം ബാധിച്ചവനായി കിടന്ന ഒരു മനുഷ്യനാണ്. സ്വത്രം. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണമെങ്കിലും ഞാൻ ഭക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ അത്രമാത്രം ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ആ ദരിദ്രനായ ആ മനുഷ്യനും മരിച്ചു, ധനവാനായ മനുഷ്യനും മരിച്ചു. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, ദൂതഗണങ്ങൾ രണ്ടുപേരുടെയും ആത്മാവിനെ എടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടുപേരുടെയും ആത്മാവിനെ എടുത്തുകൊണ്ട് ഒരുവനെ അബ്രഹാം പിതാവിന്റെ മടിയിൽ കൊണ്ടുവച്ചു, ഒരുവനെ അതേ അഥവ പാതാളത്തിൽ ദൈവം എത്തിച്ചു കൊടുത്തു. നോക്കിക്കേ, എന്താ സംഭവിക്കുന്നത്? പാതാളത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ യാതനാസ്ഥലത്ത് കിടക്കുന്ന ആ മനുഷ്യനെ, ഹല്ലേലൂയ, ആ മനുഷ്യൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ, ഹല്ലേലൂയ, അബ്രഹാം പിതാവിന്റെ മടിയിൽ ലാസർ ഇരിക്കുകയാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. ഈ ഭൂമിയിൽ ഈ ദാരിദ്ര്യം കൊണ്ട് ഞാൻ മരിച്ചു പോയാൽ, ഹല്ലേലൂയ, എനിക്ക് എന്തുള്ളൂ എന്ന് നീ വിചാരിക്കരുത്. നിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ ദൈവാത്മ പറയുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചും ഈ ദൈവത്തെ മുറുകെ പിടിച്ച് ഈ ഭൂപ്പരപ്പിൽ നിന്ന് മരണമൊഴിയായി മാറ്റപ്പെട്ടാലും നമ്മുടെ അകത്ത് ഒരു പ്രത്യാശ ഉണ്ടാകണം. ഞാൻ നിത്യതയിൽ, ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ, ഞാൻ അഡ്വാൻസ് കൊടുത്ത വീട്ടിൽ ഞാൻ പാർക്കുമെന്ന ഉറപ്പുള്ളവർ ആ കരമുയർത്തി ആ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ദരിദ്രനായ മനുഷ്യൻ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുകയാണ്. അവൻ പറയുന്നത് എന്താ? ധനികൻ ഹല്ലേലൂയ, അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ നിരവധി ഭക്ഷണം കഴിച്ചു, ഉല്ലസിച്ച് ജീവിച്ചു. പക്ഷേ അതിന്റെ പടിവാതിൽ കിടന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും കഴിയാതെ വ്രണങ്ങൾ ബാധിച്ചവനായി നരക ജീവിതം അനുഭവിച്ചു. വാസ്തവത്തിൽ ഒരു ദരിദ്രൻ എന്ന നിലയിൽ ചിത്രീകരിക്കാൻ ആ മനുഷ്യനെയാണ് ശരിയായി പരിചയപ്പെടുത്തുവാൻ കഴിയുന്നത്. അവൻ മണ്ണിൽ കിടക്കുകയാ. അവന്റെ വ്രണങ്ങൾ ഹല്ലേലൂയ, നായ്ക്കൾ വന്ന് നക്കുകയാണ്. അത്രമാത്രം ഹല്ലേലൂയ അനുഭവിച്ചതായ മനുഷ്യന്റെ ഇപ്പോഴത്തെ അനുഭവം കണ്ടോ? മരണത്തിന് ശേഷം ദൈവം അവന് ഹല്ലേലൂയ സ്ഥാനം മാറ്റി. ഈ ഭൂമിയിൽ അവന്റെ സ്ഥാനം നിലത്തായിരുന്നെങ്കിൽ, പൊടിയായിരുന്നെങ്കിൽ, ആ പൊടിയിൽ നിന്ന് ദൈവം അവനെ മരണാനന്തരം ഉയർത്തി അവനെ അബ്രഹാം പിതാവിന്റെ, ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, സ്വർഗ്ഗോന്നതിയിലേക്ക് അവനെ തെരഞ്ഞെടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഈ ഭൂമിയിലെ ആഡംബര ജീവിതമല്ല, മറിച്ച് ഈ ജീവിതം ഇവിടെ അവസാനിച്ചാൽ എന്റെ നിത്യത ഞാൻ എവിടെയായിരിക്കും എന്ന ഉത്തമ ബോധ്യം നമ്മെ ഭരിക്കണം. ഈ ഭൂമിയിൽ ശ്രേഷ്ഠകരമായി ജീവിക്കുന്നതിനേക്കാളപ്പുറമായ നിത്യതയെ കർത്താവേ, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ആയിരിക്കുമെന്ന ഉറപ്പ് പ്രാപിക്കുന്നതാണ് വാസ്തവത്തിൽ ശരിയായ വിശ്വാസം. സ്തോത്രം. ഹല്ലേലൂയ. ഇത്ര രൂപ കൊടുക്കാൻ ബാങ്കിലുണ്ട്, അത് ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല വിശ്വാസം. സ്തോത്രം പറ. ആകയാൽ വിശ്വാസം അല്ല, സ്നേഹം, പ്രത്യാശ, വിശ്വാസം, അല്ലെ? മൂന്ന് കാര്യത്തിൽ നിലനിൽക്കുന്ന എന്താ? സ്നേഹം. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? സ്തോത്രം. വിശ്വാസം പ്രത്യാശയും കർത്താവിന്റെ വരവോട് കൂടി തീരും. നമ്മുടെ പ്രത്യാശ തന്നെ കർത്താവിന്റെ വരവ് വരുമെന്ന്. അത് വന്നു കഴിഞ്ഞാൽ തീർന്നു. വിശ്വാസം അത് തന്നെയല്ലേ? കർത്താവ് വരുമെന്നുള്ളതല്ലേ വിശ്വാസം. ആ വിശ്വാസം രണ്ടും തീരും. പക്ഷേ നിത്യതയിലും യുഗായുഗങ്ങളിലും തീർന്നു പോകാതെ കർത്താവ് യേശുക്രിസ്തു ദൈവജനവുമായുള്ള സ്നേഹം നിലനിൽക്കും. സ്തോത്രം പറയുന്നത് മനസ്സിലായോ? അപ്പൊ അതാണ് സ്നേഹം നിലനിൽക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും ആ നിത്യ സ്നേഹത്തിന് വേണ്ടിയായിരിക്കണം.
സ്തോത്രം. നീ മരണമൊഴിയായി ഇവിടെ മാറ്റപ്പെട്ടാലും ആ നിത്യതയിൽ എൻ്റെ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിച്ച് നീ യുഗായുഗങ്ങൾ കഴിയുന്ന ആ നിത്യതയാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. ആ രാജ്യത്തിന് അവകാശിയായി തീരുവാൻ ഹല്ലേലൂയ ആ വിശ്വാസം പ്രാപിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഭൂമിയിൽ പിറന്നു വീണ ദരിദ്രന്മാരിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട് പോലും ഇല്ല, താമസിക്കാനില്ല. ഹല്ലേലൂയ. പറവുകൾക്ക് ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞ് ഒരു ദാരിദ്ര്യനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരേ ഒരു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ഒരു രക്ഷകനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരേ ഒരുത്തൻ നസറേയനാകുന്ന യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽക്കാലം ആ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുന്ന രാജ്യത്തിൽ അവകാശിയായി തീരുക എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നമ്മൾ സമ്പന്നരാകേണ്ടത്. നമ്മെ ഉയർത്തും, പൊടിയിൽ നിന്ന് ഉയർത്തും, കുപ്പയിൽ നിന്ന് ഉയർത്തും, പ്രഭുക്കന്മാരോട് കൂടെ നമ്മെ ആയിത്തീർക്കും. പക്ഷേ അതിനേക്കാൾ അപ്പുറമായ വിശ്വാസം നമ്മെ ഭരിക്കേണ്ടത് നിത്യതയിൽ നാം എത്തിച്ചേരുക എന്നുള്ളതാണ്. നോക്കിക്കേ, ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ രണ്ട് ഡിഫറെന്റ് അനുഭവത്തിലാണ്. ഇവിടെ ജീവിച്ചപ്പോൾ സമ്പത്തും സൗഭാഗ്യങ്ങളോടെ ജീവിച്ചു. പക്ഷേ മരണത്തിന് ശേഷം യാതന അനുഭവിച്ചു. നോക്കിക്കേ, ഹല്ലേലൂയ. ആ ദരിദ്രനായ മനുഷ്യൻ ഇവിടെ ജീവിച്ചപ്പോ സമ്പത്തില്ലാതെ, ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ ജീവിച്ചു, ശരീരത്തിൽ രോഗമായി ജീവിച്ചു. പക്ഷേ മരണത്തിന് ശേഷം അവൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ സുരക്ഷിതനായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഇവിടുത്തെ ജീവിതത്തെ അല്ല ജീവിച്ച് എങ്ങനെയും തീർക്കുന്നതിലല്ല, മറിച്ച് അതിനപ്പുറമായ നിത്യതയിൽ അവകാശികളായി തീരുന്നതാണ്. ഇന്ന് പകൽക്കാലം ആ വിശ്വാസവും പ്രത്യാശയും ഉള്ള ദൈവമക്കളെ കരമുയർത്തി ആ ദൈവത്തിന് സ്തോത്രം ചെയ്തോട്ടെ. അസംഗീതക്കാരൻ പറയുകയാണ്, ദരിദ്രനെ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും എഴുതിനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. യോസഫിനെ ഉയർത്തിയ ദൈവം, ദാവീദിനെ ഉയർത്തിയ ദൈവം, ഹന്നയെ മാനിച്ച ദൈവം ഇന്നും ജീവിക്കുകയാണ്. നിന്നെ ഉയർത്തുവാൻ, നിന്നെ എഴുന്നേൽപ്പിക്കാൻ അവൻ മതിയായ ദൈവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരം ഉയർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കിന്ന് വിരമിക്കുന്നു. തുടർന്നുള്ള നിമിഷം സാക്ഷ്യത്തിനായി സമയങ്ങൾ വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.